അതിനിടെ തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ച് സി ജോസഫ് വിജയ് സർക്കാർ. 144 അംഗങ്ങൾ TVKയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്തു. DMK വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ഇതെല്ലാവരുടെയും സർക്കാരെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിയമസഭയിൽ പറഞ്ഞു. நான் ஒன்றை மட்டும் சொல்லிக்கொள்கிறேன். இந்த அரசு குதிரை வேகத்தில் செயல்படுகிற அரசே தவிர குதிரை பேரத்தில் ஈடுபடுகிற அரசு இல்லை என்பதை ஆணித்தரமாக தெரிவித்துக் கொள்கிறேன். நம் தமிழ்நாட்டின் முன்னேற்றத்திற்கு உழைத்த தலைவர்கள் வழிகாட்டிய கொள்கைகளிலிருந்து இம்மி அளவு விலகாமல் நிச்சயமாக இந்த ஆட்சி நடைபெறும். எனவே நான் மொழிந்துள்ள இத்தீர்மானத்தை மாண்புமிகு உறுப்பினர்கள் அனைவரும் ஏகமனதாக நிறைவேற்றித்தர வேண்டும் என்று கேட்டுக்கொண்டு அமர்கிறேன். TVK കുതിരക്കച്ചവടത്തിന് ശ്രമം നടത്തിയെന്ന് വിശ്വാസപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ ആരോപിച്ചു. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ചേരുന്നു. മനേഷ് മൂർത്തി, വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും TVK സർക്കാരും. വലിയൊരു കടമ്പയാണ് ഇതോടുകൂടി കടന്നിരിക്കുന്നത്. മാത്രമല്ല, അനായാസമായിരുന്നു സി ജോസഫ് വിജയ് സർക്കാർ ഈ വിശ്വാസ പ്രമേയത്തെ അതിജീവിക്കുകയും സഭയുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ AIADMKയുടെ പിളർപ്പും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഈ വോട്ടിൽ നിലയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അതായത് TVKയുടെ ഒരു MLAക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ 119 പേരുടെ പിന്തുണ അത് ഉറപ്പിച്ചിട്ടാണ് എന്തായാലും ഇന്നിപ്പോൾ ഈ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അമ്മാമക്കൾ മുന്നേറ്റ കഴകത്തിൽ നിന്നും പുറത്താക്കിയ MLAയുടെ പിന്തുണ കൂടി വന്നു. അങ്ങനെ 120 പേരുടെ പിന്തുണ എന്തായാലും ഔദ്യോഗികമായി തന്നെ വന്നിട്ടുണ്ട് TVK സർക്കാരിനെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയുള്ള 24 പേരെന്ന് പറയുന്നത് അണ്ണാ DMKയുടെ CV ഷൺമുഖം ഫ്രാക്ഷന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വോട്ടിംഗ് ആണ്. അങ്ങനെ 24 അണ്ണാ DMK MLAമാരുടെ പിന്തുണ കൂടി ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ TVK സർക്കാരിന് ലഭിക്കുന്നു. അങ്ങനെയാണ് 144. വളരെ അനായാസമായിരുന്നു. കാരണം പിന്തുണ ഉറപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഇന്നിപ്പോൾ ഫ്ലോർ ടെസ്റ്റ് നടത്തിയത്. അതെന്തായാലും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. 119, 120 സീറ്റുകൾ എന്തായാലും അത് ഉറപ്പായിരുന്നു. എത്ര അധികം കിട്ടുമെന്നുള്ളതായിരുന്നു നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അണ്ണാ DMK സംബന്ധിച്ച് 47 MLAമാരാണുള്ളത്. അതിൽ 24 പേർ എന്തായാലും TVKയെ പിന്തുണയ്ക്കുന്നു. 22 പേരാണ് അതിന് പ്രതികൂലിച്ച് വോട്ട് ചെയ്യുന്നത്. ഒരാൾ അഭിപ്രായമില്ല എന്നൊരു നിലപാടും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അണ്ണാ DMKയുടെ പിളർപ്പ് ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ. അത് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ പറ്റും. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും അണ്ണാ DMK പോകും. കാരണം വിപ്പ് ഇന്നലെ തന്നെ നൽകിയതാണ്. 47 MLAമാരും TVKയ്ക്ക് പ്രതികൂലമായി വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിപ്പ് നേരത്തെ നൽകിയതാണ്. അപ്പോൾ ആ വിപ്പ് ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് വോട്ടെടുപ്പ് അവസാനിച്ചത്. അങ്ങനെ വലിയ അനായാസമായി തന്നെ TVK ഈ ഒരു വോട്ടെടുപ്പിനെ അതിജീവിച്ചിരിക്കുന്നു. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.